പേരെന്താ? എൻ്റെ പേര് നീതു. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഡിസ്ക് ബൾജിങ് ആയിരുന്നു. ആരാ പറഞ്ഞ ഡിസ്ക് ബൾജിങ് ആയോ? ആരാ പറഞ്ഞിരുന്നത്? അത് MRI എടുത്തു. അപ്പോൾ കണ്ടതാണ്. ലംബാർ റീജിയനിലും സാക്രസിലും ഡിസ്ക് ബൾജിങ് ആയിരുന്നു. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട്. എവിടെ? മണിപ്പാൽ, ബാംഗ്ലൂർ മണിപ്പാൽ പോയതല്ലേ? അതെ. എന്നിട്ട് ഓപ്പറേഷൻ സക്സസ് ആവുന്നു പറഞ്ഞിരുന്നോ? സക്സസ് ആവുമെന്നല്ല പറഞ്ഞേ, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റെസ്റ്റ് വേണം, അപ്പം എനിക്ക് അനങ്ങാനൊന്നും പറ്റത്തില്ല, അധികം എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 month. ഇവിടെ ഇപ്പോൾ 2ാം ദിവസം വന്നപ്പോഴത്തേക്ക് എക്സസൈസ് ചെയ്ത് ശരീരം നല്ലപോലെ ഫ്ലെക്സിബിളായി. അപ്പോൾ വേദനയൊക്കെ കുറേ കുറവുണ്ട്. പിന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, മൈഗ്രെയിനും ഊഴ്ചൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ കുറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ? 2 ദിവസം. രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്? എവിടെ? അവിടെയാണോ? ബാംഗ്ലൂരാണോ? ഇവിടെയാണോ? ബാംഗ്ലൂർ ഒരു 1 month ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പെയിൻ കില്ലറും പിന്നെ അതിൻ്റെ വെയിൻസ് സ്ട്രെങ്തൻ ആകാനും നെർവ്സ് സ്ട്രെങ്തൻ ആകാനും അതിൻ്റെ വീക്കം കുറയാനൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തടി വയ്ക്കുന്നുണ്ടായിരുന്നു, സ്റ്റിറോയിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ നിർത്തി. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കളരിയിൽ ഇങ്ങനെ ആയുർവേദം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുത്തെ എന്താ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്? ഇവിടെ പിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ചവിട്ടി തിരുമുന്നു. അതാണ് ചവിട്ടി തിരുമാണ് അതാണ് അല്ലേ? എത്ര ദിവസം കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ? 2 ദിവസം. 2 ദിവസം കൊണ്ടില്ല. 2 ദിവസം കൊണ്ട് എന്താ മാറ്റം വന്നത്? മാനസികമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു? എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു. അതുപോലെ തന്നെ എനിക്ക് എണീക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അനക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങോട്ട് വരാമെന്ന്. പിന്നെ അവിടെ ഈ എന്ത് ഫിസിയോതെറാപ്പി എന്താ ചെയ്യിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും എക്സസൈസുകളാണ് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല, അതുപോലെ അരമണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര പെയിൻ ആയിരുന്നു, എപ്പോഴും കിടക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്സ് ഒക്കെ കയറാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് കുനിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പെയിൻ അറിയുന്നില്ല. ഇപ്പം തിരുമുമ്പോൾ മാത്രം ആ ബാക്ക് പെയിനിൽ ആ പെയിൻ ഉള്ളിടത്ത് പെയിൻ അറിയുന്നുണ്ട്, തിരുമുമ്പോൾ മാത്രം. അല്ലാതെ പെയിൻ അറിയുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും പെയിൻ അറിയുന്നില്ല. 2 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. ആണല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ഒരു കോൺഫിഡൻസ് ആയില്ലേ? കോൺഫിഡൻസ് ആയി. ഓക്കെ. ആരാ ഇതിലങ്ങോട്ട് ഇവിടെ എത്തിയത്? അത് അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് സാറാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ അഭിലാഷിനോട് നമുക്ക് നന്ദി പറയണം. ലൈഫ് ലോങ് ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തുടർന്ന് പോവാം. ഓക്കെ. അപ്പം ഇവിടെ ആരും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക്? ബിന്ദു എന്നാണ് ചേച്ചിയാണ്. ആണല്ലേ? പിന്നെ രഞ്ജു സാറ്. രഞ്ജു.